ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങെപ്പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. അത്ഭുതവാൻ, അതിശയവാൻ, നീ മാത്രമെൻ ദൈവമെന്നും. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവെ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ ആവശ്യങ്ങളൊക്കെ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഈ സന്ധ്യാസമയം പ്രാർത്ഥനയിലായിരിക്കാൻ അവിടുന്ന് ഞങ്ങളെ ഒരുക്കിയ കൃപയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, സഹനങ്ങളിലൂടെ ക്ഷമയും ദയയും ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവെ, ഞങ്ങളെ അങ്ങയുടെ ഇഷ്ടത്തിൽ ജീവിക്കുവാൻ കൃപ തന്നെ. കർത്താവെ, ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശുവിനെ പോലെയായി ഞങ്ങളെ മാറ്റുന്നതിനെ കുറിച്ച് അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ, സ്തുതിക്കുകയും ആരാധിക്കുകയും നന്ദി പറയുകയും ചെയ്യുന്ന ദൈവമേ, പതാമ്പിടത്തെങ്കിൽ ഇരുന്നുകൊണ്ട് ഈ സന്ധ്യാസമയം പ്രാർത്ഥിക്കാൻ കൃപ തന്നതിന് ഞങ്ങളങ്ങേക്ക് നന്ദി പറയുകയാണ്. കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഹല്ലേലൂയ. കർത്താവേ, യേശുവേ, സ്തോത്രം. ദൈവമേ, ഈ ചെറിയ പ്രാർത്ഥനയിൽ എന്നോടൊപ്പം പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, ഓരോ മക്കളെയും, പഠിക്കുന്ന മക്കളെയും, ജോലിയിലായിരിക്കുന്ന മക്കളെയും, കർത്താവെ, പല വിധത്തിൽ പല പ്രശ്നങ്ങളിലൊക്കെയും ഏർപ്പെട്ടിരിക്കുന്ന, മനോവിഷമത്താലൊക്കെയും വേദനിക്കുന്ന ഓരോ കുടുംബമുണ്ട്. കർത്താവെ, അവരെയൊക്കെ ഞാൻ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, കരുണയുള്ള ദൈവത്തിൻ്റെ കരം നീട്ടി അവരെ സ്പർശിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ. കർത്താവെ, നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകുമെന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. ഞെരുക്കങ്ങളിൽ ധൈര്യം കൈവിടാതെ ചെയ്യാനുള്ളത് ആത്മാർത്ഥമായി ചെയ്യുക, സ്വർഗീയ നിറവ് അനുഭവിക്കുമെന്നാണല്ലോ എൻ്റെ ഈശോ കൽപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞങ്ങൾ ഇരിക്കുന്നു. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടതെല്ലാം തക്ക സമയത്ത് നൽകുമാറാകണേ. കർത്താവെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, കല്യാണപ്രായമായ മക്കളുണ്ട്. കർത്താവെ, ഓരോ ഭവനങ്ങളിലും കർത്താവെ, ജോലി ലഭിക്കാതെ വിഷമിച്ചിരിക്കുന്ന മക്കളുണ്ട്. കർത്താവെ, അവരെയൊക്കെ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, മാനസിക വിഭ്രാന്തിയോടുകൂടി വളരെയേറെ ഞെരുക്കങ്ങളൊക്കെ അനുഭവിച്ചു കഴിയുന്ന മക്കളുണ്ട്. കർത്താവെ, അവരെയൊക്കെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. കർത്താവെ, കരുണയായ ഈശോയെ സൂക്ഷിക്കണമേ. കർത്താവെ, സാമ്പത്തികമൊക്കെയും ഇല്ലാതെ വിഷമിക്കുന്ന കുടുംബങ്ങളുണ്ട്. കർത്താവെ, അവരെ ഏൽപ്പിക്കുകയാണ്. എൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ എല്ലാ ഭവനത്തിലുണ്ടാകണേ എന്നടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പരിശുദ്ധനായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയം പ്രാർത്ഥനയിൽ ഞങ്ങൾ എൻ്റെ കർത്താവിനോടൊപ്പം ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇടപെടൽ ഞങ്ങൾക്ക് നൽകി അവിടുന്ന് ഞങ്ങളെ സ്നേഹിച്ച് തലോടണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, കർത്താവെ, ഈ പ്രാർത്ഥന കർത്താവെ തുടർന്ന് പോകാനുള്ള കൃപയും ധൈര്യവും എനിക്ക് നൽകി എന്നെ സൂക്ഷിക്കണേ. കർത്താവെ, എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വിടുതൽ കർത്താവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ധ്യാസമയം കർത്താവെ, രോഗികളായ എല്ലാവരെയും ഏൽപ്പിക്കുകയാണ്. കർത്താവെ, രോഗികളായ എല്ലാ മക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, ആശുപത്രിയിലും വീടുകളിലുമായി കഴിയുന്ന രോഗികളെ എൻ്റെ ദൈവമേ, അമ്മേ, മാതാവേ, അമ്മയുടെ കരം വെച്ച് സ്പർശിച്ച് കർത്താവെ സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.